ഖൈബർ പക്തൂൺഖ്വ മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം താലിബാനും പാകിസ്ഥാനും തമ്മിൽ വളരെ ശക്തമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് പാകിസ്ഥാന്റെ ശത്രുപക്ഷത്താണ് അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ താലിബാൻ എന്ന് പറയുന്നത്. ബലൂചിസ്ഥാനിൽ നടക്കുന്ന വിമോചന യുദ്ധത്തെ അല്ലെങ്കിൽ ബലൂചിസ്ഥാനിലെ പ്രതിഷേധക്കാരെയും അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പോരാളികളെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ന് അഫ്ഗാനിസ്ഥാനും അവിടം ഭരിക്കുന്ന താലിബാനും. കൂടാതെ ഖൈബർ പക്തൂൺഖ്വ മേഖലയിൽ തഹ്രീക്ക് താലിബാൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനെയും താലിബാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ താലിബാന്റെ പ്രതിനിധികൾ പറഞ്ഞൊരു കാര്യമുണ്ട്: ഞങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങാം, ഇന്ത്യ അവിടെ നിന്ന് തുടങ്ങൂ, നമുക്ക് പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ പാക് അധീന കാശ്മീരും പിടിച്ചെടുക്കാം, ഞങ്ങൾ ഖൈബർ പക്തൂൺഖ്വ മേഖലയെയും അവിടുത്തെ ജനങ്ങളെയും പാകിസ്ഥാന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കാം എന്ന ഒരു നിർദ്ദേശം ഈ താലിബാൻ മുന്നോട്ട് വച്ചിരുന്നു. അത് ഇന്ത്യയിൽ വലിയ വാർത്തയായി. വളരെ കൗതുകം തോന്നിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു താലിബാന്റേത്. കാരണം താലിബാൻ എതിരായിട്ടാണ് ആദ്യം ഇന്ത്യ നിന്നിരുന്നത്. എന്നാൽ പാകിസ്ഥാന്റെ ഇടപെടലുകൾ കാരണം താലിബാനും ഇന്ത്യയും തമ്മിൽ മിതമായ സഹകരണം ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. ഇന്ത്യയുടെ സ്പെഷ്യൽ പ്രതിനിധിയായിട്ടുള്ള ആനന്ദ് പ്രകാശ് ഇപ്പോൾ കാബൂളിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ലീഡർഷിപ്പുമായിട്ട് ഒരു മീറ്റ് നടത്തുകയാണ്, ഒരു കൂടിക്കാഴ്ച നടത്തുകയാണെന്നുള്ള വാർത്ത നമ്മുടെ നാഷണൽ മീഡിയാസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ഒരു സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ആനന്ദ് പ്രകാശ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിരിക്കുന്നത്. വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഈ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ ഡയറക്ടർ ജനറൽ കൂടിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പ്രതിനിധിയായിട്ടുള്ള ആനന്ദ് പ്രകാശ് ഇദ്ദേഹം ഈ അഫ്ഗാനിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്ററുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ഇത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഈ ഒരു കൂടിക്കാഴ്ചയുടെ റീസൺ എന്ന് പറയുന്നത്, അതായത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം, അത് പൊളിറ്റിക്കൽ റിലേഷൻ ആണെങ്കിലും നയതന്ത്ര ബന്ധമാണെങ്കിലും അത് കൂടുതൽ ശക്തമാക്കുക എന്ന ഉദ്ദേശത്തോടെയും ട്രേഡ് അതുപോലെ തന്നെ സഹകരണം എന്നിവ വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയുമാണെന്നാണ് ഔദ്യോഗികമായ വിശദീകരണം. എന്നാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം ഇപ്പോൾ നമ്മുടെ ഈ ഒരു റീജിയണിൽ ഉണ്ടായിരിക്കുന്ന പുതിയ ഡെവലപ്മെന്റ്സ് എന്താണെന്നുള്ളത്. ആ സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം പാകിസ്ഥാനിൽ ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയിൽ വളരെ വലിയ പോരാട്ടങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടക്കുന്നുണ്ട്. പല പാകിസ്ഥാന്റെ പോസ്റ്റുകളും അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കും, പാകിസ്ഥാന്റെ ആക്രമണത്തിൽ താലിബാൻ കൊല്ലപ്പെടും, താലിബാന്റെ ആക്രമണത്തിൽ പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടും. അപ്പൊ ഇത് ഒരു തുടർ സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച നടക്കുന്നത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഇന്ത്യ ആക്ച്വലി എല്ലാ രീതിയിലും പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് വരിഞ്ഞു മുറുക്കാനുള്ള പദ്ധതിയാണ് ആസൂത്രണം ചെയ്യുന്നതെന്ന് വ്യക്തമാണ്. കാരണം ഇന്ത്യയുടെ മുമ്പിൽ ഓപ്ഷൻസ് ഒരുപാടുണ്ട്, ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ പാക് അധീന കാശ്മീർ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടൊരു നേരിയ അതിർത്തി പങ്കിടുന്നുണ്ട്. ഈ അതിർത്തി എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാന്റെ ഈ ഒരു നാരോ ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തിലൂടെയാണ് നമുക്ക് സെൻട്രൽ ഏഷ്യയുമായിട്ട് കണക്ഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇപ്പോൾ പാക് അധീന കാശ്മീർ കൺട്രോൾ ചെയ്യുന്നത് പാകിസ്ഥാൻ ആണെങ്കിലും എന്തെങ്കിലും ഒരിക്കൽ പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഉദാഹരണത്തിന് പോകുന്ന ഒരു ചരക്ക്, അത് ഒരു കണ്ടെയ്നർ ലോറി എന്ന് കരുതുക. ഇന്ത്യയിൽ നിന്ന് പോകുന്ന കണ്ടെയ്നർ ലോറി ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിലൂടെ നേരെ പോകുന്നത് അഫ്ഗാനിസ്ഥാനിലേക്കായിരിക്കും എത്തിച്ചേരുന്നത്. ഇവിടെയുള്ള ബോർഡർ, നമുക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബോർഡർ എന്ന് പറയുന്നത് വളരെ നാരോ ആണെന്ന് ഞാൻ പറഞ്ഞു. വഖാൻ കോറിഡോർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഒരു നാരോ സ്ട്രിപ്പാണിത്. ഇന്ത്യക്കും താജിക്കിസ്ഥാനും ഇടയിൽ വാല് പോലെ കിടക്കുന്ന അഫ്ഗാനിസ്ഥാന്റെ ഒരു അതിർത്തി. അപ്പോൾ ഇന്ത്യയുടെയും താജിക്കിസ്ഥാന്റെ ഇടയിൽ, അപ്പോൾ ഇന്ത്യയിൽ നിന്ന് എത്തുന്ന ചരക്ക് ഈ വാല് പോലെ കിടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തുന്നു. അഫ്ഗാനിസ്ഥാനിലൂടെ കടന്ന് താജിക്കിസ്ഥാനും അതുവഴി സെൻട്രൽ ഏഷ്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കും റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കും നമുക്ക് പോകാൻ കഴിയും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ചരക്ക് നീക്കം നമുക്ക് പാക് അധീന കാശ്മീർ കൂടി കയ്യിലുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഈ ഘട്ടത്തിൽ മെച്ചപ്പെടുന്നത് വളരെ നല്ലതാണ്. കാരണം ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു സൈനിക നീക്കം നടക്കുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് ഇതാ യുദ്ധം ഉണ്ടാവാൻ പോകുന്നു എന്നുള്ള അല്ല, എല്ലാ സാധ്യതകളും നമ്മൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം. അതുപോലെ അങ്ങനെ ഒരു സാഹചര്യം നടക്കുകയാണ്, ഇന്ത്യ തീരുമാനിക്കുകയാണ് പാക് അധീന കാശ്മീർ പിടിച്ചെടുക്കണമെന്ന് തീരുമാനിച്ചാൽ അഫ്ഗാനിസ്ഥാന്റെ സപ്പോർട്ട് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ പ്രതിനിധിയുടെ ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാൻ സന്ദർശനത്തിനും അവരുടെ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളുമായിട്ടുള്ള ചർച്ചയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇന്ത്യ ഇവിടെ നിന്ന് അടിച്ചാൽ ചിലപ്പോൾ മറുഭാഗത്ത് നിന്ന് അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ താലിബാനും പാകിസ്ഥാനെ അടിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.